ശ്രീനാരായണ പരമഗുരവേ നമഃ. യസ്യ നഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോ ലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കലയുടെ വർണ്ണനയായിരുന്നു നമ്മൾ നോക്കിയത്. അതിനകത്ത് ഒരാളുടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ശാർദൂലം എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. അർത്ഥം സൂചിപ്പിച്ചിരുന്നു. ശ്രേഷ്ഠനായിട്ടുള്ള മുനി, കണ്ണുമുനി ആണ് ഏറ്റവും ശ്രേഷ്ഠനായ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ശാർദൂലം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ശിവഗിരിയുടെ വർണ്ണനയാണ്. അതും ഒരു 3-3.5 ശ്ലോകം കൊണ്ടാണ് ശിവഗിരിയെ കുറിച്ച് സ്വാമിജി വർണ്ണിച്ചിരിക്കുന്നത്. എന്താണ്? അസ്ഥ്യസ്യ നീവൃതോ രത്ന മകുടാകാര ഭാസുര ഫലവത് പത്രപുഷ്പാഢ്യോ ലതാ പുഷ്പകരംബിതഃ നേത്രാഞ്ജല വിലോകേന നിത്യം പാദോപസേവിനം ഈപ്സിതാർത്ഥപ്രദാനേന രാജന്ത്യാ ശാരദാംബയാ ഭ്രാജിഷ്ണു അമൃതാസ്വാദ സ്വച്ഛതോയ പ്രവാഹദ ആധൗദ പാദ സശ്രീഗോ ഭക്താനന്ദ പ്രവർധന വിഖ്യാതോ ധർമ്മസംസ്ഥാനെ രമ്യ ശിവഗിരിർ മഹാൻ. അപ്പോൾ ഇവിടെ അസ്യ നീവൃത, ഈ ദേശത്തിന് രത്നമകുടാകാര ഭാസുര, രത്നമകുടമായിട്ട് എന്ത് ചെയ്യുന്നത്? ഭാസുര, ശോഭിക്കുന്നവൻ. ഫലവത് പത്ര പുഷ്പാഢ്യ, കായ്, ഇല, പുഷ്പം ഇവ നിറഞ്ഞവനും. ലതാ പുഷ്പകരംബിത, വിചിത്രങ്ങളായിട്ടുള്ള ലതകളോടും പുഷ്പങ്ങളോടും കൂടിയവനും. നിത്യം, എപ്പോഴും. നേത്രാഞ്ജല വിലോകേന, അതായത് കടാക്ഷത്താൽ തന്നെ. നേത്രാഞ്ജന വിലോകേന, നമ്മുടെ സാധാരണ കടാക്ഷത്താൽ. പാദോപസേവിനാം, എന്താണ്? ഭക്തന്മാരുടെ, പാദ സേവകന്മാരുടെ, എന്നുവെച്ചാൽ ഭക്തന്മാരുടെ. പാദസേവനം ചെയ്യുന്നത് ഭക്തന്മാരാണ്. അത് അങ്ങനെ ചെയ്യുന്നവരുടെ. ഈപ്സിതാർത്ഥ പ്രദാനേന, ആഗ്രഹങ്ങളെ കൊടുക്കുന്നത് കൊണ്ട്, പ്രദാനം ചെയ്യുന്നത് കൊണ്ട്. രാജന്ത്യ, ശോഭിക്കുന്ന. ശാരദാംബയ, ശാരദാംബ സരസ്വതി ദേവി, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സരസ്വതി ദേവിയാണ്. അപ്പോൾ ഒരു സരസ്വതി എന്നുള്ള ഒരു ചെറിയ ദേവീ സങ്കല്പത്തിലല്ല ശാരദാംബ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരു മനസ്സിലാകുന്ന അതിന് വേണ്ടിയിട്ടാണ് സരസ്വതി എന്ന് പറയുന്നത്. കാരണം വിദ്യയുടെ ദേവതയാണ്. ഗുരുവിൻ്റെ മഹത്തായിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപിണിയായിട്ടുള്ള ശാരദയാണ്. അപ്പോൾ വെറും ഒരു വിദ്യാദേവതയല്ല, മറിച്ച് ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്ന ശാരദയാണ്. അതുകൊണ്ടാണ്
പരബ്രഹ്മ സ്വരൂപിണി എന്ന് പറയുന്നത്. അരുവിപ്പുറത്ത് പരബ്രഹ്മ സ്വരൂപനായിട്ട് ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അത് ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ശിവനല്ല. അതുപോലെ തന്നെ ഇവിടെ ശാരദാംബ എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മ സ്വരൂപിണി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഗുരു എടുത്തു പറഞ്ഞിട്ടുണ്ട്, എന്ത്, നമ്മുടെ ശാരദയ്ക്ക് വേറെ മറ്റ് നിവേദ്യങ്ങളൊന്നും ആവശ്യമില്ല. ദേവതാ സങ്കല്പങ്ങൾ ആണ് എങ്കിൽ, സാധാരണ ദേവതാ സങ്കല്പങ്ങളാണെങ്കിൽ ആ നിവേദ്യവും മറ്റു കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന, വിരാജിക്കുന്ന ശക്തി സ്വരൂപിണിയാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് നൈവേദ്യങ്ങളൊന്നും വേണ്ടാത്തത്. അപ്പം അതും കൃത്യമായിട്ടൊന്ന് ഓർത്തിരുന്നോളാം. ശാരദാംബയ രാജന്ത്യ. അപ്പോൾ ഈ സരസ്വതി, ഈ ശാരദയാണ് എന്ത് ചെയ്യുന്നത്, ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതിന് എന്ത് ചെയ്യുന്നത്, വെറുതെ ഒരു കടാക്ഷം കൊണ്ട് തന്നെ, മുൻപ് പറഞ്ഞിട്ടുണ്ട്, നേത്രാഞ്ജന വിലോകേന പാദോപസേവിനാം എന്ന് പറയുന്നതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ കൊടുക്കുന്നതിന് ദേവിയുടെ, ശാരദാംബയുടെ ഒരു ചെറിയ കടാക്ഷം മാത്രം മതി എന്നാണ് പറയുന്നത്. ഭ്രാജിഷ്ണു, അങ്ങനെ അമ്മയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടും ഭ്രാജിഷ്ണു ശോഭിക്കുന്നവനും. അമൃതാസ്വാദ സ്വച്ഛതോയ പ്രവാഹത, അമൃതരസമുള്ളതും നിർമ്മലവുമായ ജലത്തിൻ്റെ പ്രവാഹത്താൽ ആദൗതപാദ, കഴുകപ്പെട്ട പ്രാന്തപ്രദേശത്തോടു കൂടിയവനും. അപ്പോൾ ശിവഗിരിയെ, ആ ഗിരിയാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ കൂടിയവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ശിവഗിരി ആണ്. അപ്പോൾ ആദൗതപാദ, കഴുകപ്പെട്ട പ്രാന്തപ്രദേശമാണ്. അത്രമാത്രം ശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ, ഇവിടെ ഈ അമൃതാസ്വാദ സ്വച്ഛതോയ പ്രവാഹത, നമ്മൾ മുൻപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ സ്വച്ഛമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമൃത സമാനമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ജലത്തിൻ്റെ പ്രവാഹം കൊണ്ടാണ് ഇതെല്ലാം. അതിന് അത്രമാത്രം ജലം, ഇവിടെ ശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ പ്രവാഹം ഉണ്ട്. അങ്ങനെ ഉള്ള സശ്രീക എന്താണ്, ഐശ്വര്യസമ്പൂർണനും ഭക്താനന്ദ പ്രവർദ്ധന, ഭക്തന്മാർക്ക് ആനന്ദത്തെ വളർത്തുന്നവനും. ധർമ്മ സംസ്ഥാനത്തിൽ രമ്യ സുന്ദരനും വിഖ്യാത പ്രസിദ്ധനും മഹാനുമായ ശിവഗിരി അസ്തി. എന്താണ്, ശിവഗിരി എന്ന് നാമധേയമുള്ള ഒരു കുന്നുണ്ട്. അപ്പോൾ ശിവഗിരി കുന്നിൻ്റെ വർണ്ണനയാണ് ഇത്രമാത്രം ഈ രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർക്കല ദേശത്തിന് എന്താണ്, രത്ന കിരീട സ്വരൂപത്തിൽ ശോഭിക്കുന്ന, അപ്പോൾ അത്രയ്ക്ക് ഉദാത്തമായിട്ടുള്ള ഒരു കുന്നാണ് ഗുരു സെലക്ട് ചെയ്തത്, ഗുരു തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗുരു ഇവിടെ വരുന്ന കാലത്ത് ഈ ശിവഗിരി കുന്ന് ആരുടെയും പേരിൽ പതിച്ചു കൊടുത്തിട്ടില്ല, ആരുടെയും കസ്റ്റഡിയിലുള്ളതല്ലായിരുന്നു. പിന്നീടാണ് അത് ഗുരുവിന് പതിച്ചു കിട്ടുന്നത്. അപ്പോൾ ആ സ്ഥലം ഇങ്ങനെ ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കുന്നായിരുന്നു. അപ്പോൾ ഇവിടെ അത്രമാത്രം ഈ കുന്നും കുന്നിൻ്റെ ചരിവിലുമൊക്കെ പലതരത്തിലുള്ള കായ്കൾ, ഇല, പുഷ്പം ഇങ്ങനെയുള്ളതൊക്കെ നിറഞ്ഞ് ലതകൾ. ഇന്നും ശിവഗിരി കുന്നിൽ നോക്കുമ്പോൾ ധാരാളം ലതകൾ, മരങ്ങൾ, അതുപോലെ കുറേ മരങ്ങളൊക്കെ നമ്മൾ മാവും പ്ലാവും ഗുരുവിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു.
അതൊക്കെ പിന്നീട് വച്ചു പിടിപ്പിച്ചതുണ്ട്. അതല്ലാതെ സ്വാഭാവികമായിട്ട് ഉള്ള വള്ളി പടർപ്പുകളും മറ്റ് പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് ശോഭിക്കുന്ന ഒരു കുന്ന്, അതിന് വീണ്ടും അതിന് ശോഭ കൂട്ടുന്നത് എന്തായിരുന്നു? ആ കുന്നിന് ശോഭ കൂട്ടുന്നത് പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ശാരദാംബയുടെ സാന്നിധ്യം. ആ ശാരദാംബ എന്താണ്? ശാരദാംബയുടെ കടാക്ഷം കൊണ്ട്, വേറെ പ്രത്യേകിച്ച് ഒരു ഇതിൻ്റെ ആവശ്യമില്ല. ശാരദാംബയുടെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ഭക്തന്മാരായ നമ്മൾക്ക് എല്ലാം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സമീപനം, നമ്മുടെ ഹൃദയം ആ രീതിയിലേക്ക് നമ്മൾ തുറന്നു വെക്കണം. അപ്പോൾ ഇത്രയും പരിശുദ്ധമായിട്ടുള്ള, ഇത്രയും പരിപാവനമായിട്ടുള്ള, പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള, വിദ്യാദേവതയായിട്ടുള്ള ആ ശാരദാ സന്നിധിയിൽ ഇന്നും പല ആളുകൾക്കും, ഭൂരിഭാഗം ആളുകൾക്കും കുഞ്ഞിന് വിദ്യാരംഭം നടത്തുന്നതിനും അതുപോലെ കുഞ്ഞിന് ആദ്യം ചോറ് കൊടുക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളെ പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സങ്കേതമാണ് വിദ്യാരംഭം നിർവഹിക്കുവാനായിട്ട്. കാരണം അമ്മയുടെ ആ ഒരു കടാക്ഷം മാത്രം മതി. ഇത്രയും പവർഫുള്ളായിട്ടുള്ള, ഇത്രയും ശക്തിയെ സ്വരൂപിച്ച് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. കാരണം ഒരു മഹർഷിയാണ്, ശ്രീനാരായണ മഹർഷിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ദേവതയെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നു. ദേവത എന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപിണിയെ, അതല്ലാതെ ഒരു ചെറിയ സങ്കല്പത്തിലല്ല. ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ശക്തി സ്വരൂപിണിയാണ്. ആ ശക്തി സ്വരൂപിണിയുടെ മഹത്വം നമ്മൾ നമ്മുടെ പരമ്പരയ്ക്ക്, മക്കൾക്കും ബന്ധുക്കൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കണം. അപ്പോൾ എന്ത് ത്യാഗം സഹിച്ചായാലും കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞിന് ആദ്യാക്ഷരം കുറിക്കേണ്ടത് ഈ ശാരദാ സന്നിധിയിൽ വെച്ച് തന്നെ ആകണം. അപ്പോൾ ഒരുപക്ഷെ ദൂരദേശങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അവർ വിചാരിക്കാം, ഞങ്ങളൊക്കെ ഇവിടെയല്ലേ ഇരിക്കുന്നത്, ഞങ്ങളെങ്ങനെയാണ് കുഞ്ഞിനെ ചോറ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് ആദ്യാക്ഷരം കുറിക്കാനായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, കൃത്യമായിട്ട് നമ്മൾ എത്ര ദൂരെയുള്ള സ്ഥലത്തിരുന്നാലും ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ വരാനും നമുക്ക് ആ പരിശുദ്ധമായിട്ടുള്ള കർമ്മം ചെയ്യാനും സാധിക്കും. എത്രയോ പേരാണ് മൂകാംബികയ്ക്ക് പോകുന്നത്. അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ എഴുത്തിനിരുത്താനും വിദ്യാരംഭം കുറിക്കാനും കലകളുടെ കാര്യത്തിനും കുഞ്ഞൂണിനുമൊക്കെ പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അത് നമ്മളെന്തും മാറ്റിവെച്ചുകൊണ്ട് അവിടെ നമ്മളൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പരമ്പരയായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ബന്ധുക്കളോട് ഒക്കെ ഈ ശ്രീനാരായണ മഹർഷി പ്രതിഷ്ഠിച്ച ആ പരബ്രഹ്മ സ്വരൂപിണിയായിട്ടുള്ള വിദ്യാദേവതയുടെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും അത് അങ്ങനെയുള്ള സങ്കേതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പരമ്പരയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യാക്ഷരം കുറിക്കേണ്ടത് അതിന് മറ്റ് ഒരു ഇതും തടസ്സമാകാൻ പാടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണം, മാറണം. അപ്പോൾ ഗുരുവിൻ്റെ മഹത്വം നമ്മൾ പഠിച്ചു. ആ മഹാനായ ഗുരുവിൻ്റെ കർമ്മങ്ങളൊക്കെ അത്രമാത്രം പരിശുദ്ധമാണ്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിലൂടെ, ഈ ഗ്രന്ഥത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സാധാരണ ഭക്തന്മാർ, ഗുരുവിൻ്റെ അനുയായികൾ അറിയണം. അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ആ മഹത്വത്തെ
പറഞ്ഞു തരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ്, ഒരു വിടവ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു പോയി. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്, പൂർവികർക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാതെ പോയത്, ഈ വരുന്ന തലമുറ, ഇപ്പോൾ ഉള്ള തലമുറ അതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗുരു ഉദ്ദേശിച്ച രീതിയിലേക്ക് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും അങ്ങനെ ഒരു ഏകലോകത്തെ നമുക്ക് സൃഷ്ടിക്കുവാനും ലോകത്തിന് മാതൃകയായിരിക്കാനും നമ്മൾ മാതൃകയാകുക. അപ്പോൾ വിഭാഗീയതകളില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഈ ഉദാത്തമായിട്ടുള്ള വിദ്യ നമ്മൾ സ്വാംശീകരിക്കണം. അതിന് പറ്റിയ ഒരു സങ്കേതമാണിത്. അപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു അറിവിനെ നമ്മൾ ഇങ്ങനെ പകർന്ന് കൊടുക്കുക എന്നുള്ളതാണ് സംസ്കാരത്തെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ശാരദാംബയുടെയും ദിവ്യമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടും ഈ ശിവഗിരി കുന്ന് ഏറ്റവും സുന്ദരനും അതുപോലെ പ്രസിദ്ധനും ഒക്കെ ആയി മാറി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കെപ്പോഴും വേണ്ടുന്ന ഒന്നാണ് ജലം, അല്ലേ? നമ്മൾ ഏത് സ്ഥലത്തും, ഇപ്പോൾ മഹർഷിമാരൊക്കെ തപസ് ചെയ്തതും അവർ വനത്തിലേക്കൊക്കെ പോകുമ്പോഴും അതല്ലെങ്കിൽ തപസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ജലനിബിഡമായിട്ടുള്ള, കാരണം ശുദ്ധമായിട്ട് വായു ഉണ്ടാവണം, ശുദ്ധമായിട്ടുള്ള ജലം ഉണ്ടാകണം, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഗുരു അങ്ങനെയുള്ള ഈ കുന്നാണെങ്കിൽ പോലും ആ കുന്നിൽ നിന്ന് ഊറി വരുന്ന ജലം അമൃതാണ്, അമൃതരസമുള്ളതാണ്. അതുപോലെ അതാണ് അമൃതാസ്വാദ സ്വച്ഛതോയ പ്രവാഹത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിർമ്മലമാണ്, സ്വച്ഛം എന്ന് വെച്ചാൽ അത്ര നിർമ്മലമാണ്. അതിൻ്റെ തോയം എന്ന് പറഞ്ഞാൽ ജലമെന്നാണ്. ആ ജലത്തിൻ്റെ പ്രവാഹം ഇങ്ങനെ ശക്തമായിട്ട് എന്നും നിലയ്ക്കാതെ ഉണ്ട്. ശാരദാ മഠത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കിണറുണ്ട്. ചെറിയ കിണറാണ്, പക്ഷേ എത്രയും ശുദ്ധമായിട്ടുള്ള ജലമാണ്. അതിൻ്റെ ആ തീർത്ഥമാണ് നമ്മൾ ശാരദാ മഠത്തിൽ ഭക്തന്മാർക്ക് തീർത്ഥമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ് ഗുരുദേവൻ കുളിച്ചുകൊണ്ടിരുന്ന ഓവ്. അതുപോലെ നമ്മൾ ശിവഗിരിയുടെ തൊട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ടണലിൽ അവിടെയും അതിൻ്റെ വശങ്ങളിലും ഇതുപോലെയുള്ള ജലം ഇങ്ങനെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശിവഗിരി കുന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയുള്ള കുന്നിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കുന്നിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ശിവഗിരി, ശിവൻ്റെ അല്ലേ ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വാസസ്ഥാനമാണ്. ആ വാസസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ പരിശുദ്ധമായിട്ടുള്ള മനസ്സും ശരീരവും, അതുപോലെ നമ്മൾ കാർക്കിച്ച് തുപ്പാതിരിക്കുക, മുറുക്കി തുപ്പാതെ, അതെല്ലാം അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മുറുക്കി തുപ്പാതിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ പറയുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മറ്റുള്ള അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഒന്നും വലിച്ചെറിയാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കർമ്മയോഗം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഈ ശിവഗിരി കുന്നും പരിസരവും ഒക്കെ വരുന്ന ഭക്തന്മാർ നമ്മൾ ഓരോരുത്തരും അവരവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാലിന്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇനി അഥവാ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചോദിക്കണ്ട, നമ്മളതൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കളക്ട് ചെയ്ത് മാറ്റി നമ്മൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെക്കാനുള്ള ഒരു മനസ്സ്, അത് ഇവിടെ വന്നിട്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് കവറുകളോ ആരെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം കളക്ട് ചെയ്ത് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക. പിള്ളേർ മിഠായി കഴിച്ചിട്ട് അതിൻ്റെ പേപ്പർ, ഇങ്ങനെയുള്ള സംഗതികളൊന്നും
ഈ കുന്നിൻ്റെ പരിപാവനതയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ കയറുവാനും അതിനെ പരിചരിക്കുവാനും. അപ്പോൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളോടും ഒക്കെ നമ്മൾ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയോ ഇങ്ങനെയുള്ള ഈ ഒരു കുന്നിലാണ് ആര് വിരാജിക്കുന്നത്? ഗുരു. അപ്പോൾ ഗുരുവിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് അടുത്ത ശ്ലോകത്തിൽ 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. എന്താ പറയണത്? തത്രൈകാന്തേ സുഖാസീന ഛൂതഛായോപരഞ്ജിതേ ആശ്രമേ ധർമ്മമർമ്മജ്ഞോ നീതി വൈജ്ഞാനികോ വിഭു സർവതന്ത്ര സ്വതന്ത്രശ്ച ബ്രഹ്മ നിർലീനമാനസ ലോകക്ഷേമപരോ നിത്യം ഭാതി നാരായണോ ഗുരു. അപ്പോൾ പറയുകയാണ് എന്താണ്? തത്ര, അവിടെ. എവിടെയാണ്? മുൻപ് നമ്മൾ സൂചിപ്പിച്ച ആ കുന്നിൽ, ശിവഗിരി കുന്നിൽ, ഏകാന്തേ, ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത്. കാരണം ഗുരു വരുമ്പോൾ ഇവിടെ ജനങ്ങളില്ല, ഈ കുന്ന് മൊത്തം വിജനമാണ്. അതിൻ്റെ ഒരു പാർശ്വത്തിലാണ് ഗുരു. അതുകൊണ്ട് അന്നത്തെ ആ അവസ്ഥ അവിടെ വളരെ ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് ചൂതഛായോ ഉപരഞ്ജിതേ. ചൂതഛായ, ചൂതം എന്ന് പറഞ്ഞാൽ മാവാണ്. മാവിൻ്റെ തണലിൽ ഉപരഞ്ജിതേ, സുന്ദരമായ ആശ്രമത്തിൽ, അവിടുത്തെ പർണശാലയിൽ, സുഖാസീന, സുഖമായിട്ടിരിക്കുന്നവൻ. പിന്നെയോ ധർമ്മ മർമ്മജ്ഞ, ധർമ്മശാസ്ത്രങ്ങളുടെ മർമ്മം അറിയുന്നവൻ. അതാണ് ധർമ്മമർമ്മജ്ഞ. ധർമ്മത്തിൻ്റെ മർമ്മത്തെ, അതായത് നമ്മളുടെ വേദവേദാന്തങ്ങളുടെ മർമ്മത്തെ, അതിൻ്റെ സത്തയെ അറിഞ്ഞവൻ. പിന്നെയോ നീതിവൈജ്ഞാനിക, നീതിയും വൈജ്ഞാനികം. അപ്പോൾ നീതിശാസ്ത്രങ്ങൾ വൈജ്ഞാനികമായിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഈ നീതിശാസ്ത്രങ്ങൾ, പിന്നെ നീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള തെളിച്ചമുള്ളവനും, സർവതന്ത്ര സ്വതന്ത്രഹച, പിന്നെയോ എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും സ്വതന്ത്രനും. സർവതന്ത്ര സ്വതന്ത്രനാണ്, ഒന്നിലും ഒരു കെട്ടുപാടില്ലാത്ത ആളാണ്. അതാണ് സർവതന്ത്ര സ്വതന്ത്രൻ എന്ന് പറയുന്നത്. ബ്രഹ്മ നിർലീന മാനസ, പിന്നെയോ ബ്രഹ്മത്തിൽ ലയിച്ച മനസ്സോടുകൂടിയവൻ. നിർലീന മാനസം, ആ പരബ്രഹ്മത്തിൽ ലയിച്ച മനസ്സോടുകൂടിയവൻ. പരബ്രഹ്മം സ്വരൂപം തന്നെയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ബ്രഹ്മത്തിൽ ലീനമായിട്ടുള്ള മനസ്സോടുകൂടിയവൻ എന്ന് പറയാൻ കാരണം? അത് ഒരു ധ്യാനഭാവമാണ്. അതായത് ഗുരു ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുമ്പോഴും ആ ബ്രഹ്മത്തിൽ തന്നെയാണ് ലയിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു അർദ്ധനിമീലിതമായിട്ടുള്ള നേത്രം നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. നിങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ശിവഗിരി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരത്തിൽ ബോധാനന്ദ സ്വാമിയുടെ ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു പകുതി അടഞ്ഞ കണ്ണോടുകൂടി, അല്ലെങ്കിൽ ഈ വ്യവഹാരത്തിലേക്ക് തുറക്കാത്ത കണ്ണോടുകൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മ നിർലീന മാനസം. അപ്പോൾ എപ്പോഴും ആ മനസ്സ് ബ്രഹ്മത്തിൽ തന്നെയാണ് ലീനമായിരിക്കുന്നത്. അങ്ങനെയുള്ള മനസ്സോടുകൂടിയവനും ലോകക്ഷേമപരഃ, അതേസമയം ലോകക്ഷേമം, ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവനും ആയിട്ടുള്ള, ലോകക്ഷേമം, ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവൻ ആയിട്ട് നാരായണ ഗുരു, ശ്രീനാരായണ ഗുരു സദാ നിത്യം ഭാതി, ശോഭിക്കുന്നു പറയാണ്. അപ്പോൾ എങ്ങനെയുള്ള ഗുരു എവിടെയാണ് വിരാജിക്കുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം. അപ്പോൾ ആശ്രമ സങ്കല്പം അല്ലെങ്കിൽ മഠത്തിൻ്റെ സങ്കല്പം ഒന്നും ഇല്ലാത്ത ആളുകളും ഈ വർണ്ണനയെ
ഒരു ഗുരു എവിടെയാണ് വിരാജിക്കുന്നത്, എങ്ങനെയാണ് വിരാജിച്ചിരുന്നത് എന്ന് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ ശിവഗിരി കുന്നിൽ വിജനമായ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ആളുകളുടെ യാതൊരു സഞ്ചാരവുമില്ലാതെ ഏകാന്തമായിട്ട് മാവിൻ്റെ തണലിൽ, മാവിൻ്റെ സുന്ദരമായ തണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം മനോഹരമായിട്ടുള്ള ആ ഒരു വൃക്ഷഛായയിൽ ആശ്രമത്തിൽ സുഖമായിട്ട് ധർമ്മശാസ്ത്രങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട്, നീതിശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട്, സ്വതന്ത്രമായിട്ട് യാതൊന്നിലും, ഇതൊക്കെ അറിയുമ്പോഴും അതിലൊന്നും യാതൊരുവിധ കെട്ടുപാടും ഇല്ലാതെ ആ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുമ്പോഴും, മനസ്സ് അവിടെ ആയിരിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ, അതായത് തന്നെ ആശ്രയിക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ ലോകക്ഷേമം എന്ന് പറയുമ്പോൾ തന്നെ ആശ്രയിക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവരാൾക്കാരും കൂടിയുണ്ട്. അപ്പോൾ ബ്രഹ്മലീനനായിരിക്കുമ്പോഴും, ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഭാവത്തിലിരിക്കുമ്പോഴും ഇവിടുത്തെ കഷ്ടപ്പാടുകൾ അറിയുന്ന, ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന ആളായിക്കൊണ്ട് ആ ആള് അതിന് എങ്ങനെ പരിഹാരമുണ്ടാക്കണമെന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതാണ് ലോകക്ഷേമപരനായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ജനങ്ങളെ രക്ഷിക്കണമെന്നും ആഗ്രഹമുള്ള ശ്രീനാരായണ ഗുരു ശോഭിക്കുന്നു ഇവിടെ ഈ ആശ്രമത്തിൽ. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഗുരുവിൻ്റെ ആ ഒരു സാന്നിധ്യം. അപ്പോൾ ഇന്നും നിങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ശിവഗിരി തീർത്ഥാടന സമയത്തൊന്നും നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അങ്ങനൊരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വൈദിക മഠത്തിൽ ഒക്കെ വൈദിക മഠമാണ് അന്ന് അവിടെ പ്രധാനമായിട്ട് ഗുരുവിൻ്റെ കുടില്, ആശ്രമം. അപ്പോൾ ഇപ്പോഴും ആ തിണ്ണയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ ആ പഴയ കാലത്തിലേക്ക്, ഭഗവാൻ അവിടെ വിരാജിച്ചിരുന്ന ആ ഒരു ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പായിച്ചാൽ, കൊണ്ടുപോയാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. വാക്കുകൾക്ക് അതീതമായി അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു നൈർമല്യം, ആ സുഖ ശീതളിമ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ നിത്യമായിട്ടുള്ള സാന്നിധ്യവും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഗുരുവിൻ്റെ നിത്യസാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ വന്ന് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം നമ്മളറിയാതെ ചെയ്തു പോകും. അങ്ങനെ നമ്മുടെ മനസ്സും ആ ഒരു ഇതിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നമ്മളൊന്ന് കാര്യങ്ങൾ സൂക്ഷിച്ച് അങ്ങനൊരു മനസ്സോടുകൂടി ആയിരിക്കണം ശിവഗിരിയിൽ കാലെടുത്ത് കുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കണം. അതിനുശേഷമോ തം മഹാന്തമുപാഗമ്യ ധർമാവേക്ഷണ തത്പരാഹ ബോധാനന്ദമുഖാ ശിഷ്യാഹ പ്രണിപത്യാന്വയുഞ്ജത. എന്താ ചെയ്തത്? ധർമാവേക്ഷണ തത്പരാഹ, ധർമ്മദർശനങ്ങളിൽ തൽപരന്മാരായിട്ടുള്ള, ധർമാവേക്ഷണ തൽപരന്മാർ, ആ ധർമ്മ ദർശനങ്ങൾ എന്തൊക്കെയാണോ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തൽപരന്മാരായിട്ടുള്ള ബോധാനന്ദമുഖാ ശിഷ്യ ബോധാനന്ദ സ്വാമി തുടങ്ങിയിട്ടുള്ള ശിഷ്യന്മാർ എന്തു ചെയ്തു? തം മഹാന്തം, ആ മഹാത്മാവിനെ, ഇപ്രകാരം വിരാജിച്ചിരിക്കുന്ന ആ ഗുരുവിനെ എന്തു ചെയ്തു? ഉപാഗമ്യ, സമീപിച്ചിട്ട്, പ്രണിപത്യ, സമീപിച്ചത് മാത്രമല്ല അവിടെ പോയിട്ട് നമസ്കരിച്ചിട്ട്. അപ്പോൾ ഗുരുവിനെ കാണുമ്പോൾ അങ്ങനെയാണ്, ഗുരുവിനെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ
അങ്ങനെ ഗുരുവിനെ നമസ്കരിച്ചിട്ട് അനുയുഞ്ജത, ഗുരുവിനോട് ചോദിച്ചു. എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ ധർമ്മശാസ്ത്രങ്ങളിലും അതുപോലെ നീതിശാസ്ത്രങ്ങളിലും ഒക്കെ അഗ്രഗണ്യനായ ജനങ്ങളുടെ നന്മയെ കരുതി വിരാജിക്കുന്ന ഗുരുവിനെയാണ് നമസ്കരിച്ചിട്ട് ധർമ്മശാസ്ത്രത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ബോധാനന്ദ സ്വാമി മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ശിഷ്യന്മാർ പല പല സന്ദർഭങ്ങളിൽ ഗുരുവിനെ നമസ്കരിച്ച് ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് ആദ്യത്തെ സർഗം ഇവിടെ സമാപിക്കുന്നത്. അപ്പോൾ ഗുരുവിനോട്, അപ്പോൾ ഇവിടെ ബോധാനന്ദ സ്വാമി മുതലായിട്ടുള്ള സന്യസ്ത ശിഷ്യന്മാരും അതുപോലെ തന്നെ ഗൃഹസ്ഥ ശിഷ്യന്മാരും ഒക്കെ ഇതിനോട് കൂട്ടി യോജിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഗൃഹസ്ഥ ആശ്രമികൾക്ക് വേണ്ടിയിട്ടാണ്. ഗൃഹസ്ഥാശ്രമം നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റെല്ലാ ആശ്രമങ്ങളും നന്നാവും. അപ്പം അതുകൊണ്ട് ധർമ്മസംഹിതയെ, മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ധാർമ്മികമായിട്ട് പുഷ്ടിപ്പെടുത്തേണ്ടത്, പാകപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ നമസ്കരിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ചോദിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക്, അടുത്ത സർഗത്തിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളും നമ്മുടേതായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി ഇരിക്കാം. നമുക്ക് അങ്ങനെ കൂടുതൽ ഗുരുവുമായിട്ട് നമുക്കും പോകാം. സംശയങ്ങൾ നമുക്കും വരാം. അപ്പോൾ ആ സംശയങ്ങൾ നോക്കുക. ആ സംശയത്തിന് ഇതിലൂടെ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.